നമുക്ക് ഹെയർ സെറ്റ് ചെയ്താലോ? ആദ്യം തന്നെ ഹെയർ നന്നായി ചീകി വൃത്തിയാക്കുക. പിന്നെ മെയിൻ കാര്യം പറയാൻ മറന്നു. നനഞ്ഞ ഹെയർ ആയിരിക്കണം കേട്ടോ. എന്ന് വെച്ച് നല്ലോണം നനഞ്ഞതല്ല, ഒരു 60% ഒക്കെ ഉണങ്ങിയാൽ മതി. ശേഷം രണ്ട് സൈഡും നല്ലോണം ചീകി വൃത്തിയാക്കുക. ഇനി നമുക്ക് വേണ്ട പോർഷൻ മാത്രം എടുത്ത് ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിയിലോട്ട് വലിച്ചു കൊടുക്കണം. ഞാൻ കൂടുതലായിട്ടും അടിയിൽ മാത്രമാണ് കേട്ടോ വലിച്ച്, മേലേക്കൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. അടി നല്ല കേളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടിയുടെ ഒരു ഹാഫ് പോർഷൻ വെച്ചിട്ട് വലിച്ചത്. നിങ്ങൾക്ക് മേലെ നല്ല സിൽക്കി ആൻഡ് സ്മൂത്തായിട്ട് കിട്ടണമെങ്കിൽ മേലെന്ന് തന്നെ നമുക്ക് വലിച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ബാക്ക് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണെങ്കിലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ മുടിക്ക് വേഗത്തിൽ വോളിയൂമും ലിഫ്റ്റും നൽകാൻ ഇതിന് കഴിയും കേട്ടോ. മാത്രമല്ല സലൂണിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു പ്രൊഫഷണൽ ബ്ലോ ഡ്രൈ ഫിനിഷ് തരാൻ ഇതെന്തായാലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. 3 വ്യത്യസ്ത ഹീറ്റ് സെറ്റിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഏത് തരം മുടിക്കാർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഹീറ്റ് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം. സാധാരണ ഡ്രയറും ബ്രഷും ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ നല്ലൊരു ഫിനിഷ് നൽകാൻ ഇതിന് കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.